അസ്സലാമു അലൈക്കും. ഇതിൽ 8-ാമത്തെ ആയത്ത് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം? ഇത് യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യഥാർത്ഥ സൃഷ്ടാവിൽ വിശ്വസിക്കാതിരിക്കാൻ എന്താണ് ന്യായം എന്ന്. ഏതൊരു മനുഷ്യനും ആശ്രയിക്കുന്ന സൃഷ്ടാവിനല്ലേ. പിന്നെ ആ സൃഷ്ടാവിനെ വിശ്വസിക്കുന്ന ഏതൊരു ജന്തു ജീവജാലങ്ങളാവട്ടെ, ഒരു മനുഷ്യനാവട്ടെ, അവൻ തീർച്ചയായിട്ടും അള്ളാഹുവിനെ ആശ്രയിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മരിക്കുന്നത് വരെ സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലും അധികാരത്തിലും മാത്രമാണ് ഏതൊരു ജന്തു ജീവജാലങ്ങളാവട്ടെ, മനുഷ്യനാവട്ടെ. അതിൽ വിശ്വസിക്കാതിരിക്കാൻ എന്താണ് ന്യായം എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. ഈ ദൂതനാകട്ടെ നിങ്ങളെ രക്ഷിതാവിൽ വിശ്വസിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കാനും അംഗീകരിക്കാനും വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചത്. അള്ളാഹു നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുച്ഛിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് മോശമായി പറയുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തുന്ന, നമ്മളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനെ അംഗീകരിക്കാനും വിശ്വസിക്കാനും നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി പ്രയത്നിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് എനിക്ക് പോലും ഈ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഖുർആൻ.